ഓൾ കേരള ഗാനലയം സംഗീത കൂട്ടായ്മയുടെ 1ാം വാർഷികം ഞാറക്കൽ ഐലൻഡ് ക്ലബ്ബിൽ സംഘടിപ്പിച്ചു. ചടങ്ങ് ബേബി തോമസ് ഉദ്ഘാടനം ചെയ്തു. ഈ ഗാനലയം നമ്മുടെ വാട്സാപ്പ് കൂട്ടായ്മ നമുക്ക് പാട്ടുകളുടെ കൂട്ടുകൂടി നമുക്ക് മുന്നോട്ട് പോകാൻ എല്ലാവരും പരസ്പരം പ്രോത്സാഹിപ്പിച്ചും വളർത്തിയും വലുതാക്കിയും ചെറിയ ചെറിയ കുറവുകളൊക്കെ തിരുത്തിയും നമുക്ക് സന്തോഷത്തോടെ ഒരുമയോടുകൂടെ മുന്നോട്ട് പോകാം. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ഒരുപാട് അധ്വാനത്തോടു കൂടി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. എല്ലാവരും പ്രഭാതത്തില് ആദ്യം ഓരോരുത്തരെയും പേരെടുത്ത് വിളിച്ച് ഗുഡ് മോർണിംഗ് പറയുന്നത് ബിനുവാണ്. അപ്പൊ അത് എപ്പോഴും സന്തോഷമാണ്. ഞാൻ നോക്കുമ്പോൾ എപ്പോഴും എല്ലാവരുടെയും പേര് ഓരോരുത്തരെയും പേരെടുത്ത് പറഞ്ഞ് ഗുഡ് മോർണിംഗ് അറിയിക്കുന്ന ഒരു നല്ലൊരു ഒരു മനസ്സിന്റെ ഉടമയാണ് നമ്മുടെ ബിനുക്കുട്ടൻ അനുസരിച്ച് പറഞ്ഞത്. അപ്പോൾ ചേച്ചിക്ക് സമയമുള്ളപ്പോഴൊക്കെ ഇതിൽ വന്ന് പോകാറുണ്ട്. എല്ലാവരെയും സന്തോഷത്തോടെ എല്ലാവരെയും അവരുടെ സന്തോഷം അറിയിക്കാറുണ്ട്. അതുപോലെ ഈ ഗഫൂർ സാറ് ഈ കരോക്കയുടെ പാട്ട് തന്നെ ഇങ്ങനെ പാടാമെന്നുള്ളതൊക്കെ തന്നെ ഇപ്പോഴാണ് നമ്മളൊക്കെ കാണുന്നതും അറിയുന്നതൊക്കെ. പാട്ടുകൾ പാടുമെങ്കിലും മറ്റുള്ളവർ പാടുന്ന കേൾക്കുമ്പോൾ ഇതെങ്ങനെയാണ് പാടുന്നതെന്നുള്ളൊരു ഒരു ആകാംക്ഷയും ഒക്കെ ആയിരുന്നു. പക്ഷെ ഈ കരോക്കെ ഗാനങ്ങളിലൂടെ ഇങ്ങനെയൊക്കെ നമുക്ക് പാടാൻ സാധിക്കുമെന്ന് അറിയാനും പാടാനും ഒക്കെ സാധിച്ചതിൽ നന്ദി. അപ്പൊ അത് നന്ദി പറയുന്നത് കുട്ടിക്കാണ് അങ്ങനെ ഒരു സംരംഭം കൊണ്ടുവന്നുകൊണ്ടാണല്ലോ. ബിനു ആന്റണി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ അബ്ദുൽ ഗഫൂർ, ഗസൽ ഗായകൻ CK സാദിഖ് എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു. കൂട്ടായ്മയുടെ 1ാം വാർഷികം ഇങ്ങനെ ആഘോഷിക്കാൻ മുൻകൈയെടുത്ത ബിജു ആന്റണി, സജി, മറ്റുള്ള എല്ലാ ഇതിന്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഒപ്പം ഈ ഒരു പരിപാടിക്ക് സാക്ഷിയാകാൻ എന്നെ ക്ഷണിച്ചതിലുള്ള നന്ദിയും ഞാൻ രേഖപ്പെടുത്തുകയാണ്. പ്രോത്സാഹനം അതുപോലെ തന്നെ ബഹുമാനം, ഇത് രണ്ടും ഒരു നാണയത്തിന്റെ 2 വശങ്ങളായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പ്രോത്സാഹനം എന്ന് പറയുമ്പോഴേ പലരും ചിലരൊക്കെ പറയാറുണ്ട്, എന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ല, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, എന്നെ പരിഗണിക്കുന്നില്ല എന്നൊക്കെ മറ്റുള്ളവരോട് പറയുന്നവരുമുണ്ട്. നമ്മുടെ മനസ്സിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളവരും ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ എല്ലാവരും തന്നെ അങ്ങനെയൊക്കെ ചിലപ്പോൾ ഒരിക്കലെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, നമ്മളെ ആരും മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ. യഥാർത്ഥത്തിൽ നമ്മൾ മറ്റുള്ളവരെ ആ ചോദ്യം ചോദിക്കുമ്പോൾ ഒരു ഇവിടെ ഇങ്ങനെ വെക്കുമ്പോൾ ഒരു ചൂണ്ട് വരുമ്പോൾ 3 പേരിൽ നമ്മുടെ മേലെ വരുന്നു എന്ന് പറഞ്ഞ പോലെ നമ്മൾ എത്ര പേരെ പ്രോത്സാഹിപ്പിച്ചു എന്നതാണ് അവിടുത്തെ വിഷയം. ഈ ബഹുമാനവും പ്രോത്സാഹനവും ഒരുതരം കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയാണ്. കൊടുത്താൽ കിട്ടും, കൊടുത്താൽ കൊല്ലത്ത് കിട്ടുമെന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ ഈ പ്രോത്സാഹനവും ബഹുമാനവും കൊടുത്താൽ തന്നെ കിട്ടുന്ന സാധനമാണ്. വെറുതെ നമ്മളിങ്ങനെ നമുക്കത് കിട്ടണം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നാലൊന്നും കിട്ടില്ല. നമ്മൾ മറ്റുള്ളവരെ എത്രമാത്രം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഗ്രൂപ്പിൽ ഒരു മെമ്പർ ഒരു പാട്ട് പാടി ഇട്ടെന്ന് വിചാരിക്കാം. എല്ലാ പാട്ടുകളും മുഴുവനായി കേൾക്കാൻ നമുക്ക് സമയം കിട്ടില്ല. പക്ഷെ എന്നാലും നമ്മൾ തുടക്കം പല്ലവി എന്തായാലും കേട്ടിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ കേൾക്കുമ്പോൾ ഒരു 60 പേരുള്ള ഒരു ഗ്രൂപ്പ്, ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ എത്ര പേര് തമ്പിട്ടിട്ടുണ്ടാവും നിങ്ങളൊന്ന് നോക്കിക്കോ. അല്ലെങ്കിൽ ഒരു ഹാർട്ട് ചിഹ്നം. ആ ഒരു വ്യക്തി പാടുമ്പോൾ 60 പേര്, ബാക്കി 59 പേരുണ്ടെങ്കിൽ 59 പേരും അവിടെ ഒരു ചിഹ്നം, ഒരു ഇമോജി കൊടുക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ സന്തോഷം എത്രമാത്രമായിരിക്കും എന്നറിയോ. ഗ്രൂപ്പ് അഡ്മിന്മാരായ സജി കുരിശിങ്കൽ, ആലിസ് രാജൻ, സലാസിൻ അരൂർ, പത്മ വിനയചന്ദ്രൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. തുടർന്ന് കേരളത്തിന്റെ നാനാഭാഗത്തുള്ള ഗാനലയത്തിന്റെ എല്ലാ മെമ്പർമാരും ചേർന്ന് സംഗീത വിരുന്നൊരുക്കി.